തന്നെ എല്ലാവരോടും Good morning. ഇവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് പോവാം. Yes. ഓക്കെ, റെഡി അല്ലേ? Yes. Yes. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് സെക്ഷൻ എടുക്കുന്നത് നമ്മുടെ സക്സസ് കോച്ച് ആയിട്ടുള്ള നമ്മുടെ ഓസ്റ്റിൻ സാറാണ്. സോ ഓസ്റ്റിൻ സാറിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 10x ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് 10x എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഈ ഒരു സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. മഴയൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് അവിടെ മഴയുണ്ടോ? ഗംഭീര മഴ. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ഭയങ്കര മഴയാണ്. ഇപ്പൊ മറ്റ് ഡിസ്ട്രിക്റ്റുകൾ എറണാകുളം ആലപ്പുഴ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇന്നും പിള്ളേർക്ക് ക്ലാസ് ഇല്ല. സാറ്റർഡേ ഉണ്ടായിരുന്നില്ല, ഇന്നും ക്ലാസ് ഒക്കെ അവധിയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് വലിയ വെള്ളം കയറുള്ള പ്രശ്നങ്ങളില്ല. അല്ല, പണ്ടൊക്കെ കയറിയിരുന്നതാണ്. പക്ഷെ ഇപ്പൊ അവര് കുറച്ച് മാനേജ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റോഡ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, നമ്മുടെ വഴികളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ 10x എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കേൾക്കുന്നത്. സോ ഈ ഒരു 10x എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവം കോൺസെപ്റ്റ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ബഷീർ സാറെ കൊള്ളോണ്ട് ചോദിക്കട്ടെ. 10x എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് ദ 10x റൂൾ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ബഷീർ സാറ് ഒരിക്കലും പോകേണ്ടതാണല്ലോ. ബഷീർ സാർ ക്ലാസ്സിലുണ്ടോ? വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. 10x പത്തരട്ടി. ഓക്കെ. സാറ് വായിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാനിങ്ങനെ സൂമോടെ പോയി ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇതാണ് ആ ബുക്ക്. എന്റെ ഒരു ഫ്രണ്ട് കവർ എന്ന് പറയുന്നത് ഇതാണ്. ഗ്രാൻഡ് കറോഡെ എന്ന് പറഞ്ഞൊരു ആളെ എഴുതിയൊരു പുസ്തകമാണ്. ദ 10x റൂൾ, ദ ലോൺലി ഡിഫറൻസ് ബിറ്റ്വീൻ സക്സസ് ആൻഡ് ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. പക്ഷെ ഇതിനെ കുറിച്ച് ക്ലാസ് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ, ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വിജയിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ ക്ലാസ് കേട്ടിട്ട് കാര്യമുള്ളൂ. കാരണം ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ടഫാണ്. എന്നുവെച്ചാൽ ഒരു മീഡിയോക്കർ ലെവലിലുള്ള ആൾക്കാർ ഇതിനെ കുറിച്ച് കേട്ടിട്ട് ഒരു കാര്യമില്ല. അതായത് ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ ക്ലാസ് കേട്ടിട്ട് ഒരു കാര്യമില്ല. കാര്യം ഈ ക്ലാസ് അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഞാൻ റീസെന്റ് ആണ് ഈ ബുക്ക് വായിച്ചത്. യെസ്റ്റർഡേ ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് ദാറ്റ് ബുക്ക്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി. അപ്പൊ അതുകൊണ്ട് ആ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക് തന്നെ എടുത്തത്. ഇറ്റ് വാസ് വെരി നൈസ് ബുക്ക്. ലൈക്ക് ലാംഗ്വേജും അല്ലെങ്കിൽ അതിനെ കുറിച്ച് അവർ പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഭയങ്കര രസമാണ്. ആൻഡ് നമുക്കത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിൽ കുറച്ച് പേരേ ഉള്ളൂ എങ്കിൽ പോലും മീൻസ് 22 പേരുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നത്, കാര്യം കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാലും പെട്ടെന്ന് ക്യുക്കായിട്ട്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചോദ്യം ചോദിച്ചാൽ എനിക്ക് തന്നെ മടുപ്പായി. എന്നാലും ഞാൻ പറയാണ്, കാര്യം ഈ ക്ലാസ് എടുക്കണമെങ്കിൽ ഇതില്ലാതെ പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം പെട്ടെന്നൊന്ന് പറയാവോ? ക്യുക്കായിട്ട്. അതിപ്പോ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് വേണമെന്നായിരിക്കും, ഇത്ര വീട് വേണമെന്നായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാവരും പറയണം. ഓൾമോസ്റ്റ് എല്ലാവരും പറയണം. ഐ വിൽ ഗിവ് ടൈം ഫോർ ഇറ്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതിയോ? എനിക്ക് വീട് വേണം, വീട് വെക്കണം. ഓക്കെ. സിന്ധു മാമിന് വീട് വെക്കണം. അത് എത്ര രൂപയുടെ വീട് വെക്കണം? അതും കൂടി ഒന്ന് പറഞ്ഞു. ഏകദേശം ബഡ്ജറ്റ് എത്ര മനസ്സിൽ കാണുന്നത്? ബഡ്ജറ്റ് 1 കോടി രൂപ. 1 കോടി രൂപ. ഓ, അടിപൊളി. ഓക്കെ, വെരി ഗുഡ്. ദെൻ മുസ്തഫ? ജീവിത വിജയം. അയ്യേ, അതൊരു ഗോളല്ല. ജീവിത വിജയം എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് നേടുന്നതാണ്? ഒരു ഒരൊറ്റ കാര്യം പറഞ്ഞാൽ. ബിസിനസ്സിൽ ഉയർന്നു വരണമെന്നോ? ഏത് ബിസിനസ്സാണ്? നമ്മള് ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്. മറ്റേ കച്ചവടം, സാധനം ഷോപ്പിലെ സെറ്റ് ആക്കണം. അതിൽ നമ്മൾ വെച്ചാൽ എപ്പോഴും എനിക്ക് ഇത്ര രൂപയുടെ വരുമാനം വേണം, ഇത്ര രൂപയുടെ അസറ്റ് വേണം, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഗോൾ ചെയ്യാൻ പറ്റും. ബീന സക്സസ്ഫുൾ എന്റർപ്രണർ ആണെന്നുണ്ട്. ബീന എത്ര കോടി രൂപ വിറ്റ് വരെയുള്ള ഒരു സക്സസ് എന്റർപ്രണർ ആവണം? ബീന സുനിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ ആരും സഹകരിക്കുന്നില്ല.
അതാ ഞാൻ പറഞ്ഞു എനിക്ക് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, ഞാൻ നിർത്തി പോവാണ്. മനോജ് എത്രയാ? 1 lakh. മന്ത്ലി 50,000 വേണം ത്രൂ കോച്ചിങ്. ഓക്കെ, ശില മാം, വെരി ഗുഡ് വെരി ഗുഡ്. കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട്. മനോജ് സാറേ ഉണ്ടോ? എനിക്ക് 1 ലക്ഷം രൂപ വരുമാനം എന്റെ ബിസിനസ്സിൽ വരണം. മാസം 1 ലക്ഷം രൂപ വരുമാനം മതി. വെരി ഗുഡ്. സുബ്രഹ്മണ്യൻ സാർ മ്യൂട്ടാണ് സാറേ, മ്യൂട്ടാണ് സാർ, മ്യൂട്ടാണ്. ഞാനും 1 lakh പെർ മന്ത് ആണ് ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. ജൂഡ് ഉണ്ടോ? ജൂഡെ അത് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയേക്കാണ് ജൂഡ്. ഓക്കെ, ശോഭന മാം. ജൂഡ് പറഞ്ഞോളൂ. 5000 രൂപ മതി. എനിക്കൊരു 5000 രൂപ ഒരു ദിവസത്തിന്. 5000 രൂപ മാസം മതിയോ? ഒരു ദിവസത്തിന്. ദിവസത്തിന്? ഓ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എത്രയായി? 1,50,000 രൂപ. ജൂഡെ പറയൂ. ഹലോ, ജൂഡ് പറഞ്ഞോളൂ. കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം. ഓക്കെ, എന്നാലും പൈസ ഒന്നും വേണ്ടേ? അതല്ലെങ്കിൽ അങ്ങനെ വേറെ ഒന്നും വേണ്ടേ? ജൂഡ് എന്താ ചെയ്യുന്നത്? ജൂഡിനെ എനിക്ക് വലിയ പരിചയമില്ല. എന്താ ചെയ്യുന്നത് ജൂഡ്? ഞാൻ ഡോക്ടറാണ് പ്രൊഫഷൻ. ഓ, ഡോക്ടറാണ്. ഓക്കെ, എന്ത് ഡോക്ടറാണ്? ഞാൻ മെഡിക്കൽ വിഭാഗത്തിൽ MBBS ആണോ DDS ആണോ? MBBS ആണ്. ഓ, ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഗവൺമെന്റ് സർവീസിലാണ്. ഓ വെരി ഗുഡ്. ഡോക്ടർ ചൂടുന്നുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒരു പേര് കേൾക്കുമ്പോൾ താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഡോക്ടർ ഈസ് എ വെരി ഗുഡ് പ്രൊഫഷൻ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ MBBS ഒക്കെ എടുക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. നൈസ് ടു മീറ്റ് യു. ദെൻ അഗൈൻ ആരാണ്? ബഷീർ സാർ. സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഞങ്ങളുടെ ട്രസ്റ്റിന്റെ അടുത്ത പ്രോജക്റ്റ് 100 കോടിയില്ല. ഓ വാവ്, ഗ്രേറ്റ്, സൂപ്പർ. അതിലേക്ക് എനിക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യണം എന്നല്ല. വെരി ഗുഡ് ബഷീർ സാർ. ഇതാണ് എന്താ പറയാ, റോസ്ലിൻ. എനിക്കൊരു കൗൺസിലർ ആകണം. എന്നിട്ട് വരുമാനം 50,000. ഓക്കെ. ഷീജ പറഞ്ഞോ? ഇല്ല, ഞാൻ എല്ലാരെയും വിടില്ല കേട്ടോ. ഷീജ. ഞാൻ എന്റെ മകന്റെ ബിസിനസ്, അതിനുള്ളൊരു ടാർഗറ്റിലാണ് ഞങ്ങൾ എല്ലാവരും. മകന്റെ ബിസിനസ്സോ? ബിസിനസ് കുറച്ചും കൂടി ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ടാർഗറ്റ്, അതിനുള്ളൊരു ശ്രമത്തിൽ എല്ലാവരും. വെരി ഗുഡ് വെരി ഗുഡ്. 2000 ഡിസംബർ ലാസ്റ്റില് ആവുമ്പോഴത്തേനും. ഓക്കെ വെരി ഗുഡ്. ദീപ ഉണ്ടോ? ദീപോ ഞാൻ വിളിക്കണമെന്നില്ല കേട്ടോ, എല്ലാവർക്കും കൂടെ പറയാട്ടോ. ജെസ്സി, സുധി. സർ, എനിക്ക് പെർ മന്ത് 1 lakh എന്റെ അക്കൗണ്ടിൽ തരണം. വെരി ഗുഡ് ജെസ്സി, താങ്ക് യു. ഉണ്ണികൃഷ്ണൻ സാർ. പ്രീത ചേച്ചി ഉണ്ടോ? പറഞ്ഞോളൂ. മാസം 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ തരണം. വെരി ഗുഡ്. ഗോപിക്കും പറയാട്ടോ. നജുല ഉണ്ടോ? നജുല. ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഞാൻ റിസിനാർട്ട് ചെയ്യുന്ന, അപ്പൊ അതില് മന്ത്ലി ഒരു 1 lakh മന്ത് തരണം. വെരി ഗുഡ്. സലാഹു ഉണ്ടോ? പോയാ? സലാഹു പറഞ്ഞോളൂ. 1,50,000. ഞാൻ ചോദിക്കുന്നത് പേടിച്ചിട്ട് ആരും എക്സിറ്റ് ആയിരുന്നു. ഇല്ലല്ലേ, കുഴപ്പമില്ല. ഓക്കെ. ബീന മാം. ബീന പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഷൈമിന ചാറ്റിൽ പറഞ്ഞോ? സാറേ, എനിക്കൊരു വീടാണ് 1 ലക്ഷം വീടാണ്. ഒരു വീട്. വെരി ഗുഡ്. എത്ര രൂപ ബഡ്ജറ്റ് ഉള്ള വീടാ? ഞാനൊരു 75 ഒക്കെ ലാക്ക്. വെരി ഗുഡ്. അഖില ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ, ഇപ്പൊ കാണുന്നേ ഇല്ലല്ലോ. അഖില. ഞാൻ ഇപ്പൊ ജോയിൻ ആയുള്ളൂ. വെരി ഗുഡ്. എന്താണ് ഒരു ലക്ഷ്യം, ഒരു ഗോള് പറയാനാ പറഞ്ഞത്? ഇപ്പൊ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, ഉണ്ട്. അപ്പൊ മാസം എത്ര രൂപ വരുമാനം വേണം? അല്ലെങ്കിൽ 1 ലക്ഷം ഒരു മാസം എത്ര? 1 ലക്ഷം വേണം. 1 ലക്ഷം വേണം. 1 ലക്ഷം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾക്ക് തീരുമോ? അത്ര വേണ്ട, എന്നാലും ഞാൻ പറഞ്ഞു. അത്രയും വേണ്ടാന്നോ? ഈശ്വര. അല്ല, പ്രശ്നം തീരെ അത്ര വേണ്ടെന്ന് പറഞ്ഞതാ. വെരി ഗുഡ്. ഇതില് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് കേട്ടപ്പോ ഞാനും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയി, ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്,
എളുപ്പമല്ല. ഇൻ ദ സെൻസ് 10x റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങള് ഈ മറ്റേ ഇദ്ദേഹം പറയുന്ന ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഗ്രാൻഡ് കാർഡോണെ പറയുന്ന ഒരു റൂൾ എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങളൊരു ഗോള് പറഞ്ഞില്ലേ, അതിന്റെ ഇൻറ്റു 10 നിങ്ങളുടെ ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഇപ്പൊ നിങ്ങൾ 1 ലക്ഷം രൂപ പറഞ്ഞെങ്കിൽ ഇൻറ്റു 10 നിങ്ങളുടെ ഗോള് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 10 ടൈം എക്സ്ട്രാ വർക്ക് ചെയ്യുക. ഇതാണ് 10x റൂൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഗോള്, ഇപ്പം ഞാൻ പറഞ്ഞത് പല കോൺസെപ്റ്റ്സും വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾ തന്നെ ഈ ക്ലാസ്സിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു അച്ചീവബിൾ ഗോൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നിരാശയാവും, നമ്മൾ വെറുതെ ഇമാജിനറി ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ, ഗ്രാൻഡ് കാർഡോളെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ 10 ടൈംസ് മോർ ആയിട്ടുള്ള ഗോള് ചെയ്യുക, 10 ടൈംസ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ മോട്ടിവേഷനും ലൈക്ക് ഇൻ ദ സെൻസ് അതുപോലെ തന്നെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വെച്ചിട്ട് എല്ലാ ദിവസവും അഫർമേഷൻ ചെയ്യാൻ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല്, വർക്ക് 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 10 മോർ ടൈംസ് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് എടുക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം എന്താണെന്ന് വെച്ചാല്, ഐ വാസ് റിയലി ഇൻസ്പയർഡ്. കാര്യം നമ്മള് ഒരു കാര്യം നമ്മൾ ഗോള് സെറ്റ് ചെയ്ത് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഒരു ചെറിയ തടസ്സം വരുമ്പോൾ നമ്മൾ നിൽക്കും, ഓക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം, നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇദ്ദേഹം പറയുന്ന ഞാൻ കാര്യം ചെയ്ത് ഈ ഒരു ക്ലാസ് എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതില് പല എന്റെ കോൺസെപ്റ്റുകളും നമുക്ക് മാച്ച് ആകുമ്പോഴാണല്ലോ ഒരു ബുക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുക. ഇപ്പൊ ഞാൻ തന്നെ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു പുതിയ കാര്യം നിങ്ങളുടെ കോൺസെപ്റ്റിന് നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ദാറ്റ് ഈസ് ഡാം ഷുവർ. ഒരിക്കലും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. മറിച്ച് നിങ്ങളുടെ മനസ്സിലും ഇങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ അതിനോട് മാച്ച് ആവുന്ന ഒരു സാധനം ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ബുക്ക് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം വെച്ചാൽ, ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊരു കാര്യം തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഫെയിൽ ആവില്ലേ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കാതെ നമ്മള് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നിങ്ങൾ 1 ലക്ഷം ഒരു മന്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ 10,000-ലായിരിക്കാം, അതല്ലെങ്കിൽ 20,000-ലായിരിക്കും, അല്ലെങ്കിൽ 50,000 പെർ മന്ത് ആയിരിക്കും. ചിലപ്പോൾ ഒരു വരുമാനം ഇല്ലാത്ത ആളായിരിക്കും 1 ലക്ഷം പറയണത്. പക്ഷെ നമ്മൾ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ലക്ഷം വേണമെങ്കിൽ 10 ലക്ഷത്തിലേക്കെങ്കിലും നമ്മൾ ചെയ്യണമെന്ന് പറയുന്ന കാര്യം വെച്ചാല്, എന്നാലേ നമ്മൾ വർക്കിംഗ് നമ്മുടെ കൂടുള്ളൂ. ഇപ്പൊ നമ്മൾ 1 ലക്ഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ആക്റ്റീവ് അല്ലാതെ ഇങ്ങനെ തളർന്നൊടിഞ്ഞ് വയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യില്ല. കാരണം എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു അത്രത്തോളം കൂടുതൽ റിസൾട്ട് വരും എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറയുന്ന വേറൊരു ആൾക്കാരുണ്ട്, 4 തരത്തിലുള്ള ആൾക്കാരിൽ നിങ്ങൾ ഇതിനകത്ത് ഏത് കാറ്റഗറി പെടുന്ന ഞാൻ 4 പറയാം, എന്നിട്ട് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തോളൂ. നിങ്ങൾ ഇതിൽ എഴുതിപ്പെടുന്ന ആൾക്കാരാണെന്ന് മെസ്സേജ് ചെയ്യണം. ഒന്നാമത്തെ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡു നത്തിങ്. മനസ്സിലായോ? ഒന്നും ചെയ്യൂല. ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ മറ്റേ ജഗതിയുടെ ഒക്കെ പലപ്പോഴും ജഗതിയുടെ ഒരു സീൻ എല്ലാവരും പ്രത്യേകിച്ച് ന്യൂ ഇയർ ഒക്കെ ആകുമ്പോ കാണിക്കുന്ന ഒരു സീൻ ഉണ്ട്. ജഗതിയിൽ ഇങ്ങനെ ആ ലെറ്റർ ഇങ്ങനെ വായിച്ചിട്ട് ഇതിങ്ങനെ ജഗതി ഇങ്ങനെ വിരിഞ്ഞങ്ങടെ എഴുന്നേറ്റ് അല്ലെങ്കിൽ വേണ്ട നാളെ ആവും എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ട്. അത് വേറെ ഏതൊരു ലെറ്റർ ആണ്, അവനോട് ഇതിന് പ്രതികാരം ചെയ്യുന്ന പറഞ്ഞ എഴുന്നേറ്റിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഞാൻ ഈ ശോഭന പറയുന്ന ആളെ വീട്ടിലേക്ക് വന്നിരിക്കും. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളാണ് ഇതിൽ ജോയിൻ ചെയ്യണം. നമുക്ക് അത് മ്യൂട്ടാക്കാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ വന്ന് ഫോൺ കൊണ്ടുപോകുമ്പോൾ അവളെ ഫോണിൽ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അതേപോലെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നോക്കിയാൽ. ഇപ്പൊ പറ്റി. അല്ല നോക്കട്ടെ. ഇല്ല സാറേ പറ്റണില്ല. അയ്യോ അതെന്താണാവോ, നോക്കാം. എന്തായാലും സിന്ധു മാം ഉണ്ടല്ലോ, എന്തെങ്കിലും സംസാരിക്കും, ഇതിലൂടെ സംസാരിക്കാൻ പറയാം. അപ്പം നമ്മളിങ്ങനെ വിരിഞ്ഞവിടെ നിൽക്കും, എന്നിട്ട് പറയും അല്ലെങ്കിൽ പിന്നെ അവിടെ നാളെയാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഗോളും ഈ ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ എന്റേന്നല്ല ഒരുപാട് ക്ലാസ് ഇട്ട് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ആയിട്ട് നെഞ്ചു പിരിച്ച് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ തളർന്നു തുടങ്ങി, അയ്യോ വേണ്ട നാളെ ആവാം എന്ന് പറയുന്ന ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് ഈ ഫസ്റ്റ് കാറ്റഗറി. നിങ്ങൾ ഇതിനകത്ത് എല്ലാം നോട്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ കേട്ടോ നിങ്ങൾ ഏത് കാറ്റഗറിയാണ്. ആ മോട്ടിവേഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കും. രണ്ടാമത്തെ ആൾക്കാർ പറഞ്ഞത് റിട്രീറ്റ് എന്ന് പറയും. റിട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആളുകൾ പ്രത്യേകിച്ച് എന്താ വെച്ചാല് ഒരു കാര്യം കേട്ടു,
എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്ത് തുടങ്ങിയിട്ട് പാതി വഴിയെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരും. ഈ പ്രശ്നം വന്നു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? അവിടെ അങ്ങ് നിർത്തും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നത്, ആ കാര്യം അങ്ങ് ചെയ്തു തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം വരും. അപ്പൊ അവര് പറയും വേണ്ട, ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. ഇനി പാട്ട് പാടണം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ക്ലാസ് ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആരെങ്കിലും ക്ലാസ് എടുക്കാൻ തുടങ്ങും. ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അറിയാലോ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? അവിടെ നിർത്തി വെച്ച് കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, ഏതെങ്കിലും ഒരു ജോലി കിട്ടണം, അയ്യോ ഈ ജോലി പറ്റൂല, വേറെ ഏതെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കും. അവർ നമ്മളെ വിളിക്കും, ആ ഇന്റർവ്യൂവിൽ നമ്മൾ ഫെയിൽ ആവും. അതോടുകൂടി പിന്നെ നമ്മൾ വേറെ പരിപാടി നോക്കില്ല. കാര്യം ഇപ്പോൾ ജോലി വിട്ടിട്ട് വേറെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലെന്ന്. അതുപോലെ ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ, ഞാനൊക്കെ ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്നതാണ്, ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ജിമ്മിൽ പോയി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ല പെയിൻ ആയിരിക്കും. അതായത് ഇരിക്കാൻ പറ്റൂല, നിൽക്കാൻ പറ്റൂല, ബാത്റൂമിൽ പോകാൻ പറ്റൂല, കാലൊക്കെ വേദനിച്ചിട്ടേ. അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും നിർത്തും. അതായത് ഈ മൂവിങ് കുറച്ച് മുന്നോട്ട് പോകും, പിന്നെ പിന്നോട്ട് പോകും. ഇവരെ ആൾക്കാരാണ് റിട്രീറ്റ് എന്ന് പറയുന്നത്. എന്തും തുടങ്ങും, പാതി വഴിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് അപ്പൊ തന്നെ നിർത്തും. അപ്പൊ നമ്മള് ഈ എന്താ പറയാ, നമ്മളെപ്പോഴും ഒരു 10x ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഇത് രണ്ടാമത്തെ കാറ്റഗറികളായാലും. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏത് പെടുമെന്ന് പറയണേ. മൂന്നാമത്തെ ആൾക്കാർ എന്ന് വെച്ചാല് നോർമൽ ആക്ടിങ് ആണ്. അതായത് അവര് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി അവര് പതുക്കെ സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നു, പ്ലാൻ ചെയ്യും, കുറച്ച് മുന്നോട്ട് പോകും. അതിങ്ങനെ പതിയെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ മുസ്തഫ സാറ് പറഞ്ഞു എനിക്ക് ബിസിനസ് തുടങ്ങി, അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അപ്പൊ ചെറിയ ആക്ഷൻസ് ഒക്കെ എടുത്തിട്ട് ഇതിങ്ങനെ നോർമൽ ഒരു ഗ്രോത്തിൽ ഇങ്ങനെ പോണം എന്നുള്ള രീതിയിൽ പതിയെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. നാലാമത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും അതിന്റെ 10 ഇരട്ടി അവർ ചെയ്യും. അതിന്റെ വേറെ കാര്യമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സക്സസ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ 10 ടൈംസ് മോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോ ഒരു ടെലികോളിംഗിൽ ഒരാളാണെങ്കിൽ ഇന്ന് 10 കോൾ വിളിക്കണമെങ്കിൽ അയാൾ എന്തായാലും ചിലപ്പോൾ ഒരു 20 കോളെങ്കിലും ഒരു ഡബിൾ ആയിട്ടെങ്കിലും അവൻ വിളിക്കും. ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യില്ല. അവന്റെ ഗോൾ അവന്റെ കൃത്യമായിട്ട് ഒരു മെഷറിലുണ്ടാവും. അവൻ അതിനുവേണ്ടി കൃത്യമായിട്ട് വർക്ക് ചെയ്യും, വായിക്കും, പഠിക്കും. അങ്ങനെ എന്താ പറയാ, അങ്ങനെ 10x ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങള് ഏത് ആൾക്കാരാവാൻ ആഗ്രഹിക്കുന്നുള്ള, ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏത് കാറ്റഗറി പെടുന്നത് പെട്ടെന്ന് ഒന്നൊന്ന് മെസ്സേജ് ചെയ്യാവോ? 1, 2, 3, 4 എന്ന് മെസ്സേജ്. 1, ഡു നത്തിങ്, നമ്മൾ പറഞ്ഞ ജഗതിയുടെ പോലെ നെഞ്ചു വിരിക്കുന്നു, പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ. 2, എന്തെങ്കിലും കാര്യം തുടങ്ങുന്നു, പാതി വഴി എത്തിയിട്ട് പോകുന്ന ആൾക്കാർ. ഓക്കെ, മണിസാർ 3 അടിച്ചു. മൂന്നാമത്തെ ആൾക്കാര് എന്താ പറയാ, നോർമൽ ആക്ഷൻ എടുക്കുന്ന ആൾക്കാർ. ഓക്കെ, രണ്ടാമത് ഓക്കെ, ഷൈമിന താങ്ക് യു. നാലാമത്തെ ആൾക്കാർ 10x ഉള്ള ആൾക്കാർ. ഉണ്ണികൃഷ്ണൻ സാർ 3. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സലാഹു 3. വെരി ഗുഡ്. എല്ലാവരും പെട്ടെന്ന് പോട്ടെ. മനോജ് 2. ഓക്കെ, സിന്ധു മാം എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല സാർ എന്താ പറഞ്ഞ. ഞാൻ ശോഭന്റെ വീട്ടിൽ ഇതൊന്നും ശരിയായിക്കൊണ്ടിരിക്കുക. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ 3 ടൈപ്പിലുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞതാ. 1, ഒന്നും ചെയ്യാത്തവര്. 2, എന്തെങ്കിലും ചെയ്തു തുടങ്ങും, ക്രിറ്റിസിസം കേൾക്കുമ്പോൾ ഒഴിവാക്കും. മൂന്നാമത്തെ ആൾക്കാര് നോർമൽ ആക്ഷൻ, റെഗുലർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. നാലാമത്തെ ആൾക്കാർ 10 ടൈംസ് മോർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എന്തായാലും കുറെ പേരൊക്കെ ചെയ്തു. 2, 3 കാറ്റഗറിയിലാണ് കൂടുതലും പേര്. ഒന്നും ചെയ്യാത്തവർ കുറവാണ്. ഓക്കെ, നമുക്കിത് 4ലേക്ക് മാറണം. ഇതില് ഞാൻ പറഞ്ഞെച്ചാല് ഇതിലെ ഏറ്റവും സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമ്മൾ ചെയ്തു തുടങ്ങുമ്പോണ്ടല്ലോ, ഈ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ എന്ത് ചെയ്താലും ആളുകൾ വിമർശിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നം അതാണല്ലോ. എന്നെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ച് നിങ്ങൾ മുന്നോട്ട് പോണ സമയത്ത് നിങ്ങൾ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? യു ആർ റോങ് ഓർ യു ആർ റൈറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ ഉറപ്പിച്ചു, നിങ്ങൾ അത് മുന്നോട്ട് പോകുന്നു, ആളുകൾ നിങ്ങളെ വിമർശിക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്? യു ആർ റോങ് ഓർ യു ആർ റൈറ്റ്. ശരിയായ പാതയിലാണ്. യെസ്, അദ്ദേഹം പറഞ്ഞത് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. അപ്പൊ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ കൂടുതൽ ചെയ്യണം. ഇയാൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റിംഗ് പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഒരുപാട് ഓവർ വേമിംഗ് ആയിട്ട്. ലൈക്ക് ഇവര് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ കമ്പനി ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു, ഇയാളെ ക്ലാസ്സിലോട്ട് എടുത്തു. ആദ്യം വിളിച്ചിട്ട് ആൾക്കാർ ചീത്തയാണ്, നിങ്ങൾ എന്ത് മനുഷ്യ കാണിക്കുന്നു, നിങ്ങൾ എവിടെ നോക്കിയാലും കാണാലോ, നിങ്ങൾ ഇവിടെ ചെയ്യുന്നു, നിങ്ങളുടെ പ്രസൻസ് യൂട്യൂബിൽ നിങ്ങൾ നിറച്ച് ചറപറ വീഡിയോ ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് മെയിൽ അയക്കുന്നു, കസ്റ്റമർ കംപ്ലൈന്റ് ചെയ്യും,
നിങ്ങൾ ഇത്ര പേര് ഇത് മെയിൽ അയക്കല്ലേ, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത്ര പേര് മെയിൽ അയക്കല്ലേ, ഞങ്ങൾക്ക് ശല്യമാണ്, നിങ്ങൾ ഇത് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ പുള്ളി ടീം മെമ്പേഴ്സിനോട് പറയും ഓക്കെ സെൻഡ് മോർ. ആളുകൾ എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം വിമർശിക്കും, പിന്നെ നിങ്ങളെ അവർ അഡ്മയർ ചെയ്യാൻ തുടങ്ങുന്നുള്ളതാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് റിയലി എ മോട്ടിവേഷൻ. ഞാൻ അങ്ങനെ ഇന്നലെ ഞങ്ങളുടെ ഒരു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കാറ്റഗറീസ് ആൻഡ് ടീച്ചേഴ്സിന് ഒരു ക്ലാസ് ആണ്. അപ്പൊ അതിനകത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതില് എന്താ പറയാ, അപ്പൊ ഇയാളെ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മുടെ പ്രസൻസ് എവിടെയും നമ്മുടെ പ്രസൻസ് കാണിക്കണം. അപ്പൊ ഞാൻ 2 മണിക്കൂർ ക്ലാസ് ഉള്ളൂ, കാറ്റഗറീസ് ആൻഡ് ടീച്ചേഴ്സ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് അവിടെ അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇതുണ്ട്, യു ഹാവ് ടു ഷോ യുവർ പ്രസൻസ്. നിങ്ങൾ എവിടെയാണെന്ന ആള് അത്രയും പേരുണ്ട്, ഏകദേശം ഒരു 100 ആൾക്കാരെ എടുത്തിട്ട് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചു തുടങ്ങി. ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. എനിക്ക് എവിടെയെങ്കിലും അയ്യോ നമ്മൾ എന്ത് വിചാരിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്. ഞാൻ എന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഈ ബുക്ക് എന്നിൽ വരുത്തിയ മാറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇന്നലെ അവിടെ ചെന്നിരുന്നു. ഞാൻ എന്റെ ഉദ്ദേശം ക്ലാസ്സിൽ ഇരിക്കേണ്ട, ബോർ ക്ലാസ് ആണെങ്കിൽ എഴുന്നേറ്റ് പോവാം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഇരുന്ന കാര്യം. ഇപ്പൊ നമ്മളിങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് നല്ല ബോറായിട്ടുള്ള ക്ലാസ് ആയിട്ട് നമുക്ക് പ്രാന്താവും, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ആ പ്ലാനിലാണ് ഞാൻ അവിടെ ചെന്നിരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അവിടെ അവർക്ക് PPT പ്രസന്റ് ചെയ്യണം. ഒരു സാർ അവിടെ ഇരുന്ന് കുറെ നേരമായി പണിയുന്നു, PPT വരുന്നില്ല. അപ്പോ എന്നെ ആരും വിളിച്ചിട്ടല്ല, ഞാൻ എന്ത് ചെയ്തു, ഞാൻ മുണ്ടൊക്കെ കൊടുത്തേക്കണം. ഞാൻ മുണ്ടൊക്കെ കൊടുത്ത് നേരെ ചെന്നു, സാർ എന്താ പ്രശ്നം, ഞാൻ സഹായിക്കണോ, ഇത് പ്രസന്റേഷൻ വരുന്നില്ല. ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ. ഞാൻ 2 മിനിറ്റിനോണ്ട്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ PPT റെഡിയാക്കി. അപ്പൊ എന്തായി, എന്റെ പ്രസൻസ് അത്രയും പേര് കണ്ടു. അതായത് 100 ആൾക്കാരില് ഫ്രണ്ടില് ഒരാൾ നിന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഞാൻ ചെന്ന് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് അച്ഛൻ ക്ലാസ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഈ PPTയിൽ വേറെ എന്തോ പ്രശ്നം വന്നു, ഇതെന്തോ സൂമായി പോയി. അപ്പൊ എല്ലാവരും ആ സ്പോട്ടിൽ എല്ലാവരും എന്നെ തിരിഞ്ഞു നോക്കി. നിങ്ങൊന്ന് ആലോചിച്ച് നോക്കണം, അതുവരെ എന്നെ ആരും അറിയില്ല. അപ്പോ ആ PPTയിൽ ഒരു ചെറിയ പ്രോബ്ലം വന്ന വഴി എല്ലാവരും എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ ക്ലാസ്സിന് നടുക്കൂടെ ചെല്ലുന്നു, ഞാൻ ഒരു ചെറിയ കീ ഞെക്കുന്നു, അത് റെഡി ആവുന്നു. അപ്പൊ എന്റെ പ്രസൻസ് 2ാമത് പോയി. 3ാമത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇട്ടു. അപ്പം സമയം ഭയങ്കരമായിട്ട് അധികരിച്ചു. ഇതുപോലെ പറയാൻ ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കുറെ പോയിന്റ്സ് എന്നിട്ട് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പോയിന്റ് ഒന്നും എഴുതിയിരുത്തില്ല, എന്റെ ടീമിലുള്ളവർ പോയിന്റ് ഒക്കെ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ഇഷ്ടമുള്ള ആൾക്കാർ വന്നാൽ മതി, കാര്യം 12 ടീമിന് പറയാൻ സമയമില്ലാന്ന് തോന്നുന്നു. അപ്പോഴേക്കും ഒരാൾ ചാടിക്കറി, ഞാൻ ഇങ്ങനെ പൊന്തി, പക്ഷെ എനിക്ക് മുമ്പ് വേറെ ആള് പൊന്തി പോയി. 2ാമത് ഞാൻ പൊന്തി, അപ്പോഴേക്കും വേറൊരു ചേട്ടൻ കയറി. അപ്പൊ 3ാമത് അച്ഛൻ പറഞ്ഞു ഇനിയും ഒരാളും കൂടി മതി, അതൊരു ടീച്ചർ ലേഡി ആവട്ടെ എന്ന് പറഞ്ഞു. ഒരു ലേഡിയെ വിളിച്ച് കയറി. അപ്പൊ എനിക്ക് സങ്കടമായി, എനിക്ക് അവിടെ ഷോ എടുക്കാനുള്ള ഒരു ചാൻസ് ആണ് മിസ് ആയത്. കാര്യം ഞാൻ ഈ 10x റൂൾ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യണല്ലോ. അപ്പോ ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ അപ്പൊ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഈ 3 പേര് പറഞ്ഞിരുന്ന ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും പറയാൻ ആർക്കെങ്കിലും ഒരാൾക്കും കൂടി അവസരം തരാൻ 2 മിനിറ്റ് തരാമെന്ന്. ഞാൻ ചാടി ചെയ്തിട്ടു, സാർ അച്ഛാ എനിക്ക് പറയാനുള്ളത്. ഞാൻ അവിടെ ചെന്ന് ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് ആ സ്റ്റോറിയിൽ ഈ കോൺസെപ്റ്റ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കൈയടിയിട്ട്. കാര്യം അതുവരെയുള്ള ആൾക്കാർ വെറുപ്പിക്കായിരുന്നു. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, ഒരു ടീച്ചർ കുട്ടിയുടെ സ്റ്റോറി പറഞ്ഞു. ആ സ്റ്റോറിയിൽ ഈ ഒരു കോൺസെപ്റ്റിന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ദി തിങ് ഈസ് ദാറ്റ് ആ വന്ന 100 പേരിൽ കുറെ പേരെങ്കിലും ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് കൈയൊക്കെ തന്നിട്ട് പറഞ്ഞു, സാർ അടിപൊളിയായി, സൂപ്പറായി, മറ്റേതായി എന്നൊക്കെ പറഞ്ഞു. അതായത് എന്നെ അറിയാവുന്നവരൊക്കെ എനിക്ക് കൈ തന്നു, മറ്റുള്ളവരൊക്കെ എന്നെ ഇങ്ങനെ ഒരു നോട്ടൊക്കെ നോക്കി. ഇൻ ദ സെൻസ് നമ്മൾ അത്രയും പേരിൽ എന്റെ ഫേസ് ഫെമിലിയർ ആയി. കാര്യം ആ 100 പേര് വന്നതിൽ ഇതുകൊണ്ട് നാളെ നമ്മുടെ ഒരു ബ്രാൻഡിങ്ങിനോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരു ഗുണമാണ്. നമ്മൾ പല ആളുകളും എങ്ങനെയാണ്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ നമ്മൾ അപ്പൊ പിന്നോട്ട് വരിക, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ പറഞ്ഞ എന്ത് വിചാരിക്കും ആൾക്കാർ, പിന്നെ നമ്മളെ തള്ളണം പിടിച്ചു, ഒന്ന് പോയി പറയും എന്നൊക്കെ പറയണം. പക്ഷെ നമ്മൾ ഇനി മുതൽ നിങ്ങൾ ഈ 10x ക്ലാസ് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുന്നുള്ള ആൾക്കാർ ടേക്ക് മാസീവ് ആക്ഷൻ. നിങ്ങളിപ്പോ ഞാനിപ്പോ സാറ് മുസ്തഫ സാറൊക്കെ ബിസിനസ്സിലാണ്. അപ്പൊ ബിസിനസ്സിലാണ സമയത്ത് പറഞ്ഞു നമുക്ക് ബിസിനസ് വലുതാക്കണം. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ബിസിനസ് വലുതാക്കണമെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാം. 10 ഇരട്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ പ്രസൻസ് കൂട്ടാം, നമ്മുടെ ആൾക്കാരായിട്ടുള്ള ബിഗിലിംഗ് കൂട്ടാം. ഇപ്പൊ നമ്മളൊരു 10 പ്രൊഡക്റ്റ് വെക്കണമെങ്കിൽ ഒരു 20 പ്രൊഡക്റ്റിലേക്ക് മാറ്റുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ചിലതൊക്കെ പൊട്ടും, ചിലതൊക്കെ നമ്മളെ പൊട്ടും. പക്ഷെ എവരി ഫെയിലിയർ ഇസ് ലേണിംഗ്. ഓൺലി ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് നമ്മൾ ട്രൈ ചെയ്തില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ ഈ പറഞ്ഞ ഒരു 10x ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് പിന്നെ അതിന് ഏറ്റവും വലിയത് വേണ്ടതെന്ന് വെച്ചാല് 10x ഗോൾ എടുക്കുക എന്നുള്ളതാണ്. ഇത്
പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പലപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ്. നമ്മളോട് പറയും ജീവിതത്തിൽ നോ പറയാൻ പഠിക്കണമെന്നാണ് മിക്കവാറും എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കുക. പക്ഷെ ഈ ബുക്കിൽ ഇദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് യെസ് പറയാൻ പഠിക്കാനാണ്. സേ യെസ് ടു യെസ്. ഇപ്പൊ എന്റെ ലൈഫ് എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം എനിക്കറിയാലോ, എനിക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാണെങ്കിലും ക്ലാസ് എടുക്കും. വിത്തിൻ ലൈക്ക് എനിക്കൊരു ചെറിയ എമൗണ്ടും വരണം, പ്ലസ് എന്റെ ടൈം ലിമിറ്റ് ഓക്കെ ആവണം. അപ്പൊ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട്, നമ്മൾ കൂടുതൽ മോട്ടിവേഷൻ ടോപ്പിക്സ് ഒക്കെയാണ് എടുക്കാറ്. അപ്പൊ ഒരു ടീച്ചർ MD എന്ന് പറഞ്ഞൊരു കോളേജിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഓസ്റ്റിൻ സർ, നമുക്കൊരു ഓണ്ടർപ്രണറിയൽ ഡെവലപ്മെന്റ് ക്ലബ് ഉണ്ട്, അവിടെ ഓണ്ടർപ്രണർഷിപ്സിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുക്കാവോ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. പക്ഷെ ആ ക്ലാസ് നടന്നില്ല. ഇത് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞപ്പോ ആ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓസ്റ്റിൻ സാറെ, ഞങ്ങൾക്ക് IPR പറ്റി ഒരു ക്ലാസ് എടുക്കാവൂ? അപ്പൊ ഞാൻ വാട്ട് IPR? അപ്പൊ നമുക്ക് അറിയില്ല എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഈ IPR എന്ന് പറഞ്ഞ സാധനം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ സത്യം പറഞ്ഞപ്പോ ഞാൻ, അല്ല മാഡം, IPR എന്താണ്, ഏതിനെ കുറിച്ചാണ്, ഒന്ന് കുറച്ചുകൂടി ഏത് ഭാഗമാണ് എടുക്കേണ്ടത്? അല്ല സാറേ, ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇല്ലേ, അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും എടുത്താൽ മതി. സാറിന് അറിയില്ലെങ്കിൽ സാറ് വേറെ എന്തെങ്കിലും എടുത്താൽ മതി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ടോ, അത് നമുക്ക് എടുക്കാം. നമ്മുടെ വിശ്വാസം എന്താണ്? ഞാൻ ഇന്നവർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, എനിക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്റെ വിശ്വാസം എന്താണ്? ഇന്റർനെറ്റിന്റെ ChatGPT ഉണ്ട്, ഏത് ഇൻഫർമേഷൻ കിട്ടും. ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു യെസ്, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഒരു എന്താ പറയാ, ഒരു ദിവസം വെച്ചു, അത് നടന്നില്ല. അടുത്ത ദിവസമായിരിക്കും ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ട്രേഡ് മാർക്ക്, അതുപോലെ ബ്രാൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ChatGPT കൊടുത്തു, അവർ കുറെ പോയിന്റ്സ് ഒക്കെ തന്നു. വിറ്റ് എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്ന്, നിങ്ങൾക്ക് അറിയണം, ഞാൻ പറഞ്ഞില്ല, ആ ഒരു എക്കണോമിക്സിലെ കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കേണ്ടത്. ക്ലാസ് കേൾക്കാതിരിക്കുന്ന ആൾക്കാർ മൊത്തം ഏത് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. അതായത് ഒക്കെ PhD ഉള്ള ഒരു അവരുടെ പ്രിൻസിപ്പൽ PhD-കാരൻ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് PhD-കാരൻ. അപ്പൊ 2 PhD ഉള്ള ആൾക്കാർ എല്ലാം ടോപ്പ് ക്ലാസ് ടീച്ചേഴ്സ്. അതായത് കുന്നംകുളത്തെ ഏറ്റവും വൺ ഓഫ് ദ ടോപ്പ് കോളേജാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോയത്. 1 മണിക്കൂർ ഞാൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ കുറിച്ച് ക്ലാസ് എടുത്തു. കാര്യം 1 മണിക്കൂർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ടൈം ലിമിറ്റിൽ ഞാൻ എന്റെ മാക്സിമം ഡെലിവറി ചെയ്യാൻ ശ്രമിച്ചു. അവിടെ PPT ഇല്ല. ഞാൻ PPT പ്രസന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ PPT കാണിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ബട്ട് ഐ ഡെലിവർ മൈ ക്ലാസ്. എന്താ വിറ്റെന്ന് വെച്ചാൽ, ഈ 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ വഴി ആദ്യം തന്നെ HOD വന്നിട്ട് കൈ പിടിച്ചിരുന്നു, സാറെ കഷ്ടായി പോയി, കാര്യം വി നീഡ് മോർ ടൈം. ഈ 1 മണിക്കൂർ ഒന്നും ആയില്ല ഞങ്ങൾക്ക്. സാർ ആ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ആ ഒരു എന്താ പറയാ, ഞങ്ങൾ അത് അങ്ങോട്ട് രസിച്ച് വരുമ്പോഴേക്കും ക്ലാസ് തീർന്നു പോയി. ഇനി അടുത്ത ക്ലാസ് ഉടനെ തന്നെ വേണം, ഇപ്പൊ സാറ് തീരുമാനിക്കും. ഞാൻ പറഞ്ഞു എനി ഡേറ്റ് എനിക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു ഹാഫ് ഡേയോ ഫുൾ ഡേ സെഷൻ തന്നെ വേണം സാറേ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ അവർ വിളിച്ചുകൊണ്ടുപോയി ക്യാൻറ്റീനിൽ പോയി ചായ തരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് അപ്പൊ തന്നെ MOU സൈനിങ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, MOU പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ അവരുടെ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ പോയിട്ട് ഒരു MOU-ന്റെ പേപ്പർ പോലെ ഉണ്ടാക്കി അവരതിനകത്ത് അവരുടെ സ്ഥാപനമായിട്ട് ഒരു MOU സൈൻ ചെയ്ത കാര്യം. അത് അവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം സാറ് ഞങ്ങൾക്ക് എടുത്തു തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഇറ്റ് വാസ് നോട്ട് മൈ ടോപ്പിക്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇറ്റ്സ് എൻ എക്കണോമിക്കൽ ബേസ്ഡ് ടോപ്പിക്. നിങ്ങൾക്കറിയാലോ, ഞാൻ കൂടുതലും മോട്ടിവേഷനും സക്സസും ഒക്കെയാണ് എടുക്കുന്നത്. പക്ഷെ വെൻ ദേ ആസ്ക് മീ, ഐ സേ യെസ്. ബിക്കോസ് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമോ, അത് ബിസിനസ് ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു കാര്യത്തിലും നിങ്ങൾ മാസ്റ്റർ ആവണം എങ്ങനെയാണ്, അത് അതിന്റെ 10 ടൈംസ് ടൈമിലാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അബ്ദുൾ റസാഖ് സാർ ഇപ്പം ഒരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അബ്ദുൾ റസാഖ് സാർ അതിനകത്ത് മാസ്റ്റർ ആവണം എപ്പോഴാണ്? കുറെ പൈസ ഉണ്ടാക്കുമ്പോഴല്ല, മറിച്ച് 10,000 hours അതിനകത്ത് എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, 10,000 hours ചെയ്യുമ്പോൾ ഹി വിൽ ബി മാസ്റ്റർ ആണ്. ഇപ്പൊ ജൂഡ് ഡോക്ടറാണ്. ഇപ്പൊ ജൂഡ് ഇപ്പൊ പറഞ്ഞില്ലേ കുറച്ചും കൂടി ആക്റ്റീവ് ആവണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ജൂഡ് വളരെ തിരക്കുള്ള ഡോക്ടർ ആവണം എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ ആളുകളെ കാണുകയും അവരോട് അവരുടെ ട്രീറ്റ്മെന്റ് ചെയ്യും. കുറച്ച് ജൂഡ് വിൽ ബിക്കം വൺ ഓഫ് ദ ഫേമസ് ഡോക്ടർ. ഇപ്പൊ ജൂഡിനെ ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രമുഖനായ ഒരു ഡോക്ടറായിട്ട് ജൂഡ് മാറുന്നത് എങ്ങനെയാണ്? ജൂഡ് മാക്സിമം ആൾക്കാർക്കാണ്. ഇപ്പൊ എത്ര പ്രതിഫലം കിട്ടുന്ന നോക്കിയിട്ടല്ല ജൂഡ് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ജൂഡ് എങ്ങ് എത്തൂല. പക്ഷെ ഇപ്പൊ ചെയ്യേണ്ടതെന്നാണ്, ഇപ്പൊ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലാണ്, മാക്സിമം പേഷ്യൻസിനെ കാണാം, മാക്സിമം അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, മാക്സിമം കാര്യങ്ങൾ പഠിക്കുക, 10 ടൈംസ് വർക്ക് ചെയ്യുക. അപ്പൊ എന്താണ് 10 ടൈംസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 10,000 hours എന്നുള്ളതിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തും. നമ്മളിപ്പോ ഒരു സ്റ്റെപ്പാണ് ഒരു ദിവസം എടുക്കണമെങ്കിൽ 10,000 സ്റ്റെപ്സ് എടുക്കാൻ 10,000 days വേണം. നമ്മൾ ഒരു ദിവസം 10 സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ എത്ര വേണം? എന്താ പറയുക, 10,000 എന്ന് പറഞ്ഞാൽ 1,000 days മതി. നമ്മളിപ്പോ ഒരു
100 സ്റ്റെപ്പ് ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണം? ഒരു 10 ദിവസം മതി ഈ ഒരു 10,000 എത്താനായിട്ട്. അല്ല, 100 ദിവസം മതി, അതായത് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ സക്സസിലോട് വരും. അതില് പരാജയങ്ങളെ കുറിച്ച് നോക്കരുത്, ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യണം നോക്കരുത്, ആളുകൾ എന്നെ പറ്റി എന്ത് പറയുമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഈ ആളുകൾ പറയുന്ന നോക്കി ജീവിക്കുക അല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടൂല. മറ്റുള്ളവർ എന്ത് പറയും, അവരുടെ അപ്രൂവലും അവരുടെ സർട്ടിഫിക്കറ്റും അവരുടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നന്നാവൂല. കാരണം ഇഫ് യു ആർ ഡൂയിങ് റൈറ്റ്, പീപ്പിൾ വിൽ ട്രൈ ടു ക്രിട്ടിസൈസ് ഫസ്റ്റ്, ദെൻ ദേ വിൽ അപ്രീഷിയേറ്റ്. ഓ, നിങ്ങളുടെ എഫേർട്ട് അടിപൊളിയായി, നിങ്ങൾ. അപ്പം ഞാനിപ്പോ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഒരു ക്ലാസ് എടുക്കാൻ, ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ക്ലാസ് എടുക്കാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാല് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസേഴ്സ്, പോളിടെക്നിക്കിലെ സാറുമാർക്കിടെ വലിയൊരു ഗ്രൂപ്പ്, മന്ത്രി അടക്കമുള്ള, ബിന്ദു മിനിസ്റ്റർ അടക്കമുള്ള, ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു, ബിന്ദു മിനിസ്റ്റർ അടക്കമുള്ള ഒരു പരിപാടിയിൽ എന്നെ വിളിച്ചു ചോദിച്ചു, ഓസ്റ്റിൻ ഒരു 10 മിനിറ്റ് ക്ലാസ് എടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, വൈ നോട്ട്, എന്തുകൊണ്ട്, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വലിയ പ്രിപ്പയർ ആയിട്ടൊന്നുമല്ല പോയേ. ഇൻ ദ സെൻസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓഡിയൻസിനെ നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഒരു സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരാദ്യം എന്നോട് ഓട്ടോമൊബൈലിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓട്ടോമൊബൈൽ എനിക്ക് അത്രയും, അതൊരു ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്, അതിൽ എത്ര എക്സ്പേർട്ട് ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഓട്ടോമൊബൈലിലും EV വെഹിക്കിൾസിനെ കുറിച്ച് പറയാൻ വന്നത് ഞാൻ പറയും. പക്ഷെ അന്ന് 4 സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ എന്റെ കാര്യം തള്ളാൻ വേണ്ടി പറയുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ 4 സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. ഒരാൾ ബ്രൂണേന്നായിരുന്നു. അദ്ദേഹം ഒരു 30 മിനിറ്റ്സ് വലിയ പ്രസന്റേഷൻ ചെയ്തു. ആർക്കൊന്നും മനസ്സിലായില്ല, കാര്യം ഇംഗ്ലീഷിലാണ്. പുള്ളി കുറെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ഒരാള് പുള്ളി മലയാളത്തിൽ കുഴപ്പമില്ല. മൂന്നാമത്തെ ഒരാൾ ഇതുപോലെ കുറേ പ്രസന്റേഷൻസ് വന്നിട്ട് അഗൈൻ 15 to 20 മിനിറ്റ്സ് പുള്ളി ഇംഗ്ലീഷിൽ കുറേ സംസാരിച്ചു. 4ാമതാണ് ഞാൻ വരുന്നത്. ഞാനപ്പോ പിള്ളേരുടെ പ്രശ്നവും കാര്യം ഇനി ഞാൻ ആ ഓഡിയൻസിന് മനസ്സിലാക്കി, ഓക്കെ, ഇത് പോളിടെക്നിക്കിലെ സാറുമാരാണ്, ഇവരുടെ ഇഷ്യൂ പ്ലേസ്മെന്റ് ആണ്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കില്ലിങ്ങിനെ കുറിച്ചാണ്, ആ സ്കില്ലിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. സോ ഞാൻ സംസാരിച്ച ആ ഒരു പോയിന്റ് ഇതാണ്. 10 മിനിറ്റ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ വിറച്ച് ചാവുമായിരുന്നു. കാരണം ഞാൻ നോക്കും എല്ലാവരും, ഈവൻ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ മാഷ് ക്ലാസ് കേൾക്കാനുണ്ടായിരുന്നു. അതുപോലെ എല്ലാം ഹൈ ക്ലാസ് ആൾക്കാരാണ് ക്ലാസ്സിലിരിക്കുന്നത്. 10 മിനിറ്റ് ഞാൻ സംസാരിച്ചുള്ളൂ. മാക്സിമം സ്പീഡിലാണ് ഞാൻ സംസാരിച്ചത്. ഇതുപോലെയാണ് ഞാൻ സംസാരിച്ചത്. ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് രവീന്ദ്രൻ മാഷ് സ്റ്റേജിലേക്ക് കയറി വന്നു. എനിക്ക് കൈ വന്നു, ഓസ്റ്റിൻ ഇറ്റ് വാസ് എ ഗ്രേറ്റ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞു. അതുപോലെ ബാക്കിയുള്ള സാറുമാരൊക്കെ നമുക്കിനി വേറൊരു ക്ലാസ് കൂടി വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ചാല് ഈ ഒരു ഡേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ വന്നത് ഐ സ്റ്റാർട്ടഡ് അറൌണ്ട് 4 years ബാക്ക്. അപ്പം 4 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിച്ച് എനിക്ക് ഒരിക്കലും ഈ ഒരു റിസൾട്ട് കിട്ടില്ലായിരുന്നു. ഞാൻ പതറിപ്പോയ എത്രയോ സ്റ്റേജുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ട് ഡിപ്ലോമയിലൊക്കെ 1-2 സ്ഥലത്തൊക്കെ പോയിട്ട് ഞാൻ മടുത്ത് ഇറങ്ങിപ്പോകുന്ന എത്രയോ ക്ലാസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ക്ലാസ് ബോറാണെന്ന് പറഞ്ഞ എത്രയോ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ഞാൻ ഒറ്റ ലക്ഷ്യമാണ് എനിക്ക്, ഐ വാണ്ട് ടു ബി ദ ബെസ്റ്റ് ട്രെയിനർ ഇൻ ദ വേൾഡ്. അപ്പൊ ഞാൻ കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും ഞാൻ ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞാല് 2020 കൊറോണ കഴിഞ്ഞല്ല, 2021 ട്രെയിനിങ് തുടങ്ങിയ എനിക്ക് 4 വർഷം കഴിയുമ്പോൾ ഇതുപോലെ ഒരു അപ്രീസിയേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഐ ടേക്ക് മാസീവ് എഫേർട്സ് ഓൺ ഇറ്റ്. കിട്ടുന്ന ഒരു അവസരം പാഴാക്കൂല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിൽ കുട്ടികൾക്ക് വേണ്ടി എടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ നിർത്തി ക്ലാസ്. അപ്പൊ അവര് അവിടെ പോയിട്ട് പ്രശ്നമാക്കി. എന്ന് വെച്ചാൽ സാറ് 1 മണിക്കൂർ കൂടി എടുത്താൽ അത് മോശമായി പോയി, സാറിന് തിരിച്ചു വിളിച്ച് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം the thing is that when we do massive action, we will be more effective, more powerful. അപ്പൊ നമ്മുടെ ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ തെറ്റും, ചിലപ്പോ പൊട്ടും, ചിലപ്പോ മോശമാവും. പക്ഷെ ഫിക്സ് എ ഗോൾ. അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളെ കുറച്ചും കൂടി പവർഫുൾ ആക്കുന്ന ഒരു 10 times ഉള്ള ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനുവേണ്ടി 10 times വർക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട് ഒരു ദിവസം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിപ്പോ അബ്ദുൽ റസാഖ് സാറിന്റെ കാര്യം പറയും. സാർ ഇപ്പൊ സാറിന്റെ ക്ലയൻസിന് കിട്ടാൻ വേണ്ടി സാർ എന്താ ചെയ്യുന്നത്? ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ അയ്യോ ഞാനിപ്പോ മെസ്സേജ് ഇട്ടിട്ട് വേണ്ട, എന്നെ ആൾക്കാർ തേടി വരും. അങ്ങനെ ഇരിക്കരുത്. നേരെ ചറപറ എല്ലാവർക്കും അങ്ങനെ മെസ്സേജ് ഇടാം. ആൾക്കാർ പറയും എന്തുവാണ് അബ്ദു നീ ഇത് കാണിക്കണേ, നീ നാണാവില്ല നിനക്കെന്നൊക്കെ ചോദിക്കും. അപ്പൊ കൂടുതൽ മെസ്സേജ് ഇടാം, എനിക്ക് ഇന്ന പരിപാടി ഉണ്ട്, ഇന്നുണ്ട്, അങ്ങനെയുണ്ട്. അപ്പൊ വീണ്ടും പിന്നെ ഇപ്പൊ വാട്സപ്പിലിടാം, അപ്പൊ സോഷ്യൽ മീഡിയയിലിടാം, ഫേസ്ബുക്കിലിടാം, ഇനി യൂട്യൂബിലിടാം, എല്ലായിടത്തും ചറ പറയടാം. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ 10 times മോർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ നമ്മളെ നോട്ട് ചെയ്യട്ടേന്നേ. ഞാനിതൊക്കെ നേരെ തിരിച്ചായിരുന്നു. ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ പ്രശ്നമാണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആൾക്കാർ നമ്മളെ നോട്ട് ചെയ്യണം. നമ്മുടെ പ്രസൻസ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ആൾക്കാർ എപ്പോഴും എവിടെ നോക്കിയാലും എന്റെ അബ്ദു നിന്റെ മെസ്സേജ് ആണല്ലോ, തലയ്ക്ക് തോരും തരില്ലേ എന്നൊക്കെ ചോദിപ്പിക്കാൻ അവരെ കൊണ്ട്.
ഇപ്പൊ മുസ്തഫ സാറാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ ജൂഡ് സാറിനൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ നല്ല നല്ല അടിപൊളി മോട്ടിവേഷൻസ് വീഡിയോസ് ഒക്കെ ചെയ്യാം. അങ്ങനെയല്ല, ഇങ്ങനെ ഡോക്ടർ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഷുഗർ വരുന്നവർ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. വെറുതെ ചുമ്മാ വീഡിയോ ഉണ്ടാക്കിയിട്ടായിരുന്നു. ആ വീഡിയോ കാണാൻ ഒരു കോലം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ടേക്ക് ആക്ഷൻ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എല്ലാവർക്കും 6:24 എല്ലാവർക്കും ഒരുപാട് ആക്ഷൻ ഉണ്ടാക്കാനുള്ള എല്ലാ മോട്ടിവേഷൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഹാവ് എ ഗുഡ് ഡേ. ഓവർ ടു യു. ആരാ പറഞ്ഞ? ഗോപിയാണ്. ഗോപി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. എല്ലാവരും ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ട് ഇരിക്കാൻ തോന്നുന്നുണ്ട്. എനിവേ നമുക്ക് ഉള്ളൂ. പേരെന്താ പറയാമോ സാർ? ഇന്നത്തെ ക്ലാസ് പറഞ്ഞോളൂ. ഇന്നത്തെ ക്ലാസ് നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. കാരണം എനർജിക്കലായിട്ട് ഇനി ഇതുപോലത്തെ തുടർന്നും ക്ലാസ് ഉണ്ടായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. സൂപ്പർ ആയിട്ട് അതിന് പോയിന്റുകൾ ഇതാണ് നമ്മള് കൂടുതൽ നമ്മളെന്ത് ചെയ്യണം, ആഗ്രഹിക്കണം. കാരണം കൂടുതൽ വിജയിക്കണം. കാരണം നമ്മൾ ചെറിയതായി ചിന്തിക്കുമ്പോഴാണ് അത് വീണ്ടും താഴേക്കുള്ളത്. നമ്മൾ കൂടുതൽ കാരണം ഇപ്പൊ അതിന്റെ ഡിസ്പ്ലേ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഒന്നുമാടി കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമമുണ്ട്. ഈ ക്ലാസ് കിട്ടുമ്പോൾ ഒന്നുമാടി നമുക്ക് എനർജി ആയിട്ട് കിട്ടും. ഇനി ഇതുപോലെ സാറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു മുസ്തഫ. താങ്ക് യു. എന്തോ പിന്നെ ഗോപികൊക്കെ എന്തോ ഒരു കടി ഉണ്ടല്ലോ, കിട്ടുന്നില്ലല്ലോ. നെറ്റ് ശരിയല്ലെന്ന്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു പക്ഷേ സാറേ. കാരണം ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ ഈ ആഗസ്റ്റ് 15 നമ്മള് ഒരു വീഡിയോ ഉണ്ടാക്കാറുണ്ട്. അതായത് പിന്നെ എന്തായാലും പറയാം, ഒരു അനൗൺസ്മെന്റ് വണ്ടിയില് നമ്മളെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി പോണ ഒരു വീഡിയോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതേപോലെ ആഗസ്റ്റ് 15 ഞാൻ സ്വതന്ത്ര ദിന ഗാനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്റെ പരസ്യം വെച്ചിട്ട് ഞാൻ ഗ്രൂപ്പിലിട്ടപ്പോ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു. എന്നെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. കാരണം എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരുമ്പോത്തിന്, ആഗസ്റ്റ് 15 എന്തെങ്കിലും വരുമ്പോത്തിന് അപ്പൊ എന്തെങ്കിലും പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എവിടുന്നാണ് ഈ എഡിറ്റൊക്കെ ചെയ്ത് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വിളിച്ചത്. അപ്പൊ ഇതൊരു സംഭവമാണ്. അതായത് അവര് നമ്മളെ നോട്ടം വിട്ടാൽ മതി. അത് നെഗറ്റീവ് ആയാലും വേണ്ടിയില്ല, പോസിറ്റീവ് ആയാലും വേണ്ടിയില്ല, നമ്മൾ ഇങ്ങനത്തെ ഒരാളാണ് എന്നവരെ അറിഞ്ഞാൽ മതി. അത് വലിയൊരു സംഭവം തന്നെയാണ്. താങ്ക് യു സാർ. താങ്ക് യു സർ. പറയൂ. സാറ് യോഗ ക്ലാസിന്റെ ഉള്ളിൽ കൂടെ മൂളുക. ഹോസ്റ്റൽ സാർ എന്താ പറയണ്ടേ, വാ എന്ന് പറയാ. അത്ര സൂപ്പർ ക്ലാസ് ആയിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഞാൻ 100 കോടിയുടെ ഒരു വീട് പറഞ്ഞു, അല്ല 1 കോടിയുടെ പറഞ്ഞാലേ എനിക്കൊരു 10 ലക്ഷത്തിനെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് വലിയ വലിയ ആഗ്രഹങ്ങളിലൂടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക. ഇനി നല്ല ക്ലാസ് ആയിരുന്നു സാറേ. സാറിന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. സാറിന് ഇനി ക്ലാസ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട്? ഞാൻ അതേപോലെ ജിമ്മിൽ പോവും. ഒരു 9 മണി 10 എനിക്ക് ഫ്രീ ആവും. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വിളിച്ചാലും മതി. ഞാൻ വിളിക്കാം. ഓക്കെ സാർ. ജിമ്മിൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ സാർ. ഹായ് ബീന. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഗോള് സാധാരണ ടേക്ക് ആക്ഷനേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ ഒരു ഗോള് ഒരു 10 മടങ്ങ് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാസീവ് ആക്ഷൻ ആയിരിക്കും അത്. അതുകൊണ്ട് നല്ലൊരു ക്ലാസ്. പിന്നെ ഇന്ന് മുതൽ ഗോളിലേക്ക് വേണ്ട കുറച്ച് കൂടുതൽ ചെയ്യാന്ന് വിചാരിക്കുന്നു. ഹലോ. ഹായ് ജെസ്സി. മാജിക് മോർണിംഗ് സർ. ഞാൻ നിലവിൽ 2ാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനി 4th സ്റ്റേജിലേക്ക് മാറണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നല്ല ആഗ്രഹം എന്നല്ല, അങ്ങോട്ട് മാറും. ഓക്കെ സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ജെസ്സി. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ഇതിപ്പോ നമ്മളൊരു മാസീവ് ആക്ഷൻ ടേക്കറായ, അതായത് കണ്ടിന്യൂസ് ആക്ഷൻ ടേക്കറായ, അതുപോലെ തന്നെ
നമ്മൾ ഫാസ്റ്റ് ആക്ഷൻ ടേക്കർ ആകുക. നമ്മൾ ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് 10 ടൈംസ് ആക്കിയിട്ട് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു 10 ടൈംസ് നമ്മൾ വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി അപ്പുറം എത്തും എന്നുള്ളതാണ്. അപ്പൊ പൊതുവെ നമ്മൾ കുറച്ചൊക്കെ അലസന്മാരും കുറച്ചൊക്കെ സുഖിയന്മാരുമാണ്. അപ്പോൾ കുറച്ച് ടൈം കൂടുതൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിട്ടേണും അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് വന്നു ചേരുന്നുള്ളതാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു മണി സാർ. താങ്ക് യു. നജുല. താങ്ക് യു സർ. ഞാന് 3ാമത്തെ ഇതിലായിരുന്നു ഉള്ളത് സാറ് ചോദിച്ചപ്പോ. അപ്പൊ എനിക്കും അതേപോലെ തന്നെ 4ാമത്തെ ആ ഒരു ഇതിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, ജെസ്സി മാഡം പറഞ്ഞ പോലെ തന്നെ അതിനുള്ള എല്ലാം ഇപ്പോഴേ ചെയ്തു. സാറിന്റെ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മാക്സിമം നമ്മൾ ശ്രമിക്കാറുണ്ട്. സാറിന്റെ എല്ലാ ക്ലാസ്സും സൂപ്പറാണ്. താങ്ക് യു സർ. താങ്ക് യു നജുല. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. നെക്സ്റ്റ് താങ്ക് യു. മനോജ് നല്ല ക്ലാസ് ആയിരുന്നു. ഞാനൊരു ഇൻട്രോവേർട്ട് പോലത്തെ ആളായിരുന്നു. സാറിന് ഇത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ മുന്നോട്ട് വന്ന് സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇനി മുതൽക്ക് ആ ഒരു ലക്ഷ്യത്തോടുകൂടി ഞാൻ പ്രവർത്തിക്കും. എന്റെ എന്നുള്ളത് 1 ലക്ഷം എന്നുള്ളത് 10 lakhs ആയിട്ട് ഞാൻ മാറ്റിയിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. കാരണം ദിസ് ഈസ് ദ റിയൽ എക്സാമ്പിൾ. കാര്യം മനോജ് സാർ ഞാൻ അടുത്ത വിളിച്ചപ്പോഴൊന്നും പറഞ്ഞില്ലായിരുന്നു. ആൻഡ് ഇഫ് യു സേ ഫ്യൂ വേർഡ്സ് ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഇതുപോലെ തന്നെ പോട്ടെ സാറേ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മനോജ് സർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഞാൻ കുറച്ചൊക്കെ കേട്ടു, കുറച്ച് ഞാൻ വേറൊരു പണി പിടിപ്പിക്കും. നല്ല ക്ലാസ് ആയിരുന്നു സാർ. കേട്ടെടുത്തോളം അടിപൊളി ക്ലാസ്. 10 ഇരട്ടി വർദ്ധിപ്പിക്കാൻ നമ്മളെ കഴിവ് 10 ഇരട്ടി വർദ്ധിപ്പിക്കണം. കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിലൊക്കെ നോ പറയാതിരിക്കുക, അത് ഉപയോഗിക്കുക. താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. നമുക്ക് നിർത്തിയാലോ? പറഞ്ഞോളൂ ശീല. തീർച്ചയായിട്ടും നമ്മൾ ഗോള് മാത്രം സെറ്റ് ചെയ്താൽ പോരാ, അതിലേക്ക് ഓരോ ആക്ഷനും സാറ് പറഞ്ഞ രീതിയിൽ 10 ടൈംസ് എടുത്താൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാക്കി തന്നു. നല്ലൊരു ക്ലാസ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ശീല. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ സർ. നല്ലൊരു താങ്ക് ക്ലാസ്, ഒന്നും പറയാനില്ല സർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷൈനി മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ഓസ്റ്റിൻ സർ. താങ്ക് യു സോ മച്ച്. Thank you all. Thank you all. Keep taking actions. Thanks a lot. Thank you sir. Thank you all.